ഹായ് ഡിയേഴ്സ്. ഞാനിന്ന് 90s കിഡ്സിന് നല്ല അടിപൊളി നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇതിനൊക്കെ പൊന്നാമ എന്നാണ് കേട്ടോ പറയുക. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്വർണ്ണാമ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അപ്പോഴേക്കും മനസ്സിലായി ഇതിന് പല പേരുകളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം പല കളറിലും ഉണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയത് 3 ഒരേപോലത്തെ കളറിലുള്ളതാണ്. നല്ല സ്വർണ്ണ കളർ എന്നൊക്കെ പറയാം. ഒരു മെറൂണും കൂടി ചേർന്നിട്ട് സ്വർണ്ണ കളറും ഒരു മെറൂണും കൂടിയിട്ടുള്ള കേട്ടോ. പല പച്ച കളറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മഞ്ഞ കളറിലുണ്ട്. കുറച്ചും കൂടി സൈസ് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ടൊക്കെ ഈ കാസറ്റിൻ്റെ ഉള്ളിൽ ഇതിനെ പിടിച്ചിടും കേട്ടോ. ഇത് ഇല ഇട്ട് കൊടുക്കും അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഓട്ടോട്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇല. സത്യം പറഞ്ഞാൽ നല്ല നൊസ്റ്റാൾജി അടിക്കും. ഇത് കിട്ടിയപ്പോൾ ഞാൻ 3 എണ്ണത്തിന് എനിക്ക് കിട്ടി. 3 എണ്ണത്തിന് ഞാൻ പറത്തി വിട്ടു കേട്ടോ. പക്ഷേ 2 എണ്ണം മറന്നുപോയി. 1 മാത്രം മറന്നു പോയില്ല. എവിടെ 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 അങ്ങനെയല്ല. ഞാനിതിന് ഫോക്കസ് ഒക്കെ നോക്കുക കേട്ടോ. പക്ഷേ ഫോക്കസ് ആവണേ ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ കളിക്കാൻ പാറും എന്നുള്ളൊരു ടെൻഷൻ. പക്ഷേ പാറുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം എൻ്റെ കയ്യിലിരുന്നു കേട്ടോ. പിന്നെ അത് ചാടിപ്പോയിട്ടോ അത്. മാറിപ്പോയി എന്നാട്ടോ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇവനിതാ ഉണ്ണിയേട്ടൻ്റെ മുണ്ടിൽ കയറി പറ്റിയിരിക്കുന്നു. നമുക്ക് ഇവനെ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇവന് പാറാൻ വയ്യാ തോന്നുന്നു. സംഭവം ഇവനെ പാറാൻ വയ്യ കേട്ടോ. ഇവന് നടക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവൻ കയ്യിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് പാറാൻ വയ്യാന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടാ. അപ്പോൾ ഉണ്ണിയുടെ മനയിൽ തൽക്കാലം ഏതെങ്കിലും ഇലേൻ്റെ മുകളിൽ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. പാറിപ്പോയിക്കോളും. അപ്പോൾ എനിക്ക് അങ്ങനെ വെക്കാതെ ഒരു സങ്കടം. വല്ല വലിയ പ്രാണികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ തോന്നി. പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പിന്നെ അതിനെ ഒരു ഇലയിൽ അങ്ങോട്ട് പതുക്കെ കൊണ്ട് വെച്ച് പിന്നെ അങ്ങനെ നടന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ഞാൻ പിന്നെ നോക്കിയില്ല കേട്ടോ എവിടേക്കാണ് പോയതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.